തിയേറ്ററുകൾ ഏറെക്കുറെ ഒഴിഞ്ഞുകിടന്ന മാസങ്ങളായിരുന്നു കേരളത്തെ സംബന്ധിച്ച് ഈ വർഷം ഇതുവരെ. എന്നാൽ ഒരേ ദിവസം എത്തിയ രണ്ട് ചിത്രങ്ങൾ തിയേറ്ററുകളിലേക്ക് വീണ്ടും പ്രേക്ഷകരെ കൂട്ടമായി എത്തിച്ചിരിക്കുകയാണ്. ബോളിവുഡ് ചിത്രം ദുരന്തര് രണ്ടാം ഭാഗവും മലയാള ചിത്രം ആട് മൂന്നാം ഭാഗവുമാണ് ആ ചിത്രങ്ങള്. മികച്ച പ്രീ റിലീസ് ഹൈപ്പോടെ ഈ വർഷം ഇതിനു മുൻപെത്തിയ ചില മലയാള ചിത്രങ്ങൾ പ്രതീക്ഷിച്ച വിജയം നേടിയിരുന്നില്ല. എന്നാൽ ആട് മൂന്ന് അത് തിരുത്തിയിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റിലീസ് നീട്ടിവെക്കാതിരിക്കാനുള്ള തീരുമാനം നിർമ്മാതാക്കളെ തുണച്ചു എന്നുവേണം പറയാന്. ചിത്രം മികച്ച പ്രതികരണവുമായി ബോക്സ് ഓഫീസിൽ തുടരുമ്പോൾ ചിത്രത്തിന്റെ ബജറ്റിനെക്കുറിച്ചും പറഞ്ഞിരിക്കുകയാണ് നിർമ്മാതാക്കളിൽ ഒരാളായ വിജയ് ബാബു. ചിത്രത്തിന്റെ വിജയത്തിനു പിന്നാലെ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് വിജയ് ബാബു പ്രതികരിച്ചത്. ചിത്രത്തിന്റെ ബജറ്റ് എത്രയെന്ന ചോദ്യത്തിന് വിജയ് ബാബുവിന്റെ പ്രതികരണം ഇങ്ങനെ: വളരെ നല്ല ചോദ്യമാണ്. സാധാരണ നോ കമന്റ്സ് എന്നാണ് ഞാൻ ഉത്തരമായിട്ട് പറയാറുള്ളത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഗ്രോസ് കളക്ഷന്റെ 70 മുതൽ 75 വരെ ശതമാനത്തോളം അതിന്റെ ബജറ്റ് ഉണ്ടായിരുന്നു. ബാക്കി നിങ്ങൾ കണക്ക് കൂട്ടിക്കോളൂ. വിജയ് ബാബുവിന്റെ വാക്കുകള്. അതേസമയം നിർമ്മാതാക്കൾ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ അനുസരിച്ച് ചിത്രം ആദ്യ വാരാന്ത്യം 4 ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത് 87 കോടിയാണ്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്നുള്ള കണക്കാണ് ഇത്. ചിത്രം 2 ദിവസം കൊണ്ട് 48 കോടിയും 3 ദിവസം കൊണ്ട് 68 കോടിയും ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരുന്നു. ആദ്യ വാരാന്ത്യം പിന്നിടുമ്പോഴേക്ക് ചിത്രം വിദേശ മാർക്കറ്റുകളിൽ കൂടുതൽ സ്ക്രീനുകളും കൂട്ടിച്ചേർക്കുന്നുണ്ട്. ചിത്രം 100 കോടി കടക്കുമെന്നുള്ളത് ഉറപ്പാണ്.